നിങ്ങൾ ഹോപ്പോനൊപ്പോനോ പ്രാക്ടീസ് ചെയ്യുന്നവരാണോ? എങ്കിൽ അറിഞ്ഞിരിക്കേണ്ട 3 മിസ്റ്റേക്കുകളാണ് ഇന്നത്തെ വീഡിയോ. ഹോപ്പോനൊപ്പോനോ എന്ന് പറയുന്നത് ഒരു ഹവായിയൻ പ്രെയർ ആണ്. അത് ഹീലിങ്ങിന് വേണ്ടിയിട്ടും മെയിനായിട്ട് റിലേഷൻഷിപ്പ് ഹീലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രെയർ ആണ് ഹോപ്പോനൊപ്പോനോ. അതിന് നമ്മളൊരു 4 ലൈൻസ് ആണ് പറയുന്നത്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു. ഇതാണ് ഹോപ്പോനൊപ്പോനോ പ്രെയർ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചൊല്ലുകയാണ് ഹോപ്പോനൊപ്പോനോ പ്രെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോപ്പോനൊപ്പോനോ പ്രെയർ നമ്മൾ ചൊല്ലുമ്പം അറിഞ്ഞിരിക്കേണ്ടത്, അതായത് എല്ലാവരും മിക്കവാറും ഒരു ബിഗിനർ ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ് ഞാനിവിടെ പറയുന്നത്. ഒന്നൊന്നും പറയുന്നത് റെസിസ്റ്റൻസ്. അതായത് നിങ്ങൾ ഒരു ഡിസയർ അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ട് ഹോപ്പോനൊപ്പോനോ പ്രെയർ ചൊല്ലും, അതേസമയം തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അതാണ് റെസിസ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ ഹീൽ ചെയ്യാനാണ് ഹോപ്പോനൊപ്പോനോ പ്രെയർ യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി കാണും. അദ്ദേഹം ദേഷ്യപ്പെടുമോ, അദ്ദേഹത്തിന് ടെമ്പർ പോകുമോ, അങ്ങനെ ഒരു പേടിയോടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോപ്പോനൊപ്പോനോ പ്രെയർ വർക്ക് ചെയ്യില്ല. കാരണം നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്, അല്ലേ? അതായത് ഒരു ഡൗട്ട് എന്നതിനർത്ഥം നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കുന്നൊരു കാര്യമാണ് ഈ ഡൗട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മഴ പെയ്യുമായിരിക്കുമോ എന്ന് നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ട് മഴ പെയ്യുമെന്ന്, പക്ഷേ നമ്മൾ ഡൗട്ടാണെന്നാണ് നമ്മളുടെ ഉള്ളിൽ വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഇന്നർ മൈൻഡിൽ, അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്കറിയാം, എന്ന് വെച്ചാൽ നിങ്ങൾ ബിലീവ് ചെയ്യുന്നത് മഴ പെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾ സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെടും എന്ന് തന്നെയാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഹോപ്പോനൊപ്പോനോ പ്രെയർ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഹോപ്പോനൊപ്പോനോ പ്രെയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ്. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രെയറിനെ വിശ്വസിക്കുക, യൂണിവേഴ്സൽ എനർജി അല്ലെങ്കിൽ യൂണിവേഴ്സിനെ വിശ്വസിക്കുക, ബാക്കിയെല്ലാം യൂണിവേഴ്സ് നോക്കിക്കോളും. അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ട്രൈങ് ടു ടെസ്റ്റ് ദ ചേഞ്ച് ഇൻ ദ അതർ പേഴ്സൺ. അതായത് നിങ്ങളിപ്പോൾ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ വേണ്ടി ഹോപ്പോനൊപ്പോനോ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ ദിവസവും അദ്ദേഹത്തിന് ചേഞ്ചസ് ഉണ്ടോ എന്നിങ്ങനെ നോക്കും, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പം അതിൽ വിശ്വാസമില്ലായ്മയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനെന്ന് വെച്ചാൽ ആ ഒരു പ്രോസസ്സിനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുകയാണ്. ഇത് നടക്കുമോ ഇല്ലയോ എന്നൊരു ചെക്കിംഗ് ആണത്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, when the world inside changes, the world outside change. നമ്മളുടെ ഉള്ള് ചേഞ്ച് ആകും. അതായത് നമ്മൾ ചേഞ്ച് ആകുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ളവരും ചേഞ്ച് ആകാൻ തുടങ്ങും. നമ്മളിലാണ് ആദ്യം ആ ചേഞ്ച് വരേണ്ടത്, അല്ലേ? അപ്പൊ ഹോപ്പോനൊപ്പോനോ ചൊല്ലിയിട്ട് നമ്മൾ ആദ്യം നമ്മളെയാണ് ഹീൽ ചെയ്യുന്നത്. നമ്മളുടെ റിപ്പീറ്റഡ് പാറ്റേൺസ് അല്ലെങ്കിൽ നമ്മുടെ ബാഡ് കർമ്മ എന്നൊക്കെ പറയില്ലേ, അതേപോലെ നമ്മളുടെ ഉള്ളിലുള്ളതിനെയാണ് നമ്മൾ ആദ്യം ഹീലാകുന്നത്. അതിന് ശേഷമാണ് നമ്മളുടെ ചുറ്റുമുള്ളവരിലേക്ക് ആ ഹീലിംഗ് എത്തുന്നത്. സോ ഹോപ്പോനൊപ്പോനോ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളിപ്പോൾ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാനായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ ഒരു വ്യക്തിയെ ചേഞ്ച് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണെങ്കിലോ അവരിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക, നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഐ കാൻ സേ ഫോർഗീവ് ഓർ താങ്ക് യു ടു ദാറ്റ് പേഴ്സൺ. എനിക്കാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ അടുത്ത് സോറിയോ അല്ലെങ്കിൽ താങ്ക് യു പറയാൻ പറ്റത്തില്ല. കാരണം ആ വ്യക്തി എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ട്, എന്നോട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വിടുക. നമ്മൾക്ക് നമ്മളുടെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഫോർഗീവ്നെസ്. ഫോർഗീവ്നെസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ഷമിക്കുവാൻ പറ്റുന്ന ഒരു ആൾക്ക് മാത്രമേ ലൈഫിൽ മുന്നേറാൻ കഴിയത്തുള്ളൂ. താണനിലത്തെ നീരോടു എന്നൊരു ചൊല്ലുണ്ട്. നമ്മൾ എത്രത്തോളം ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ അത്രത്തോളമാണ് നമ്മളിൽ ഹീലിംഗ് നടക്കുന്നത്. അപ്പോൾ അവരെന്തൊക്കെ ചെയ്തെന്നാലും ചെയ്തു, അത് കഴിഞ്ഞു. ഇനിയും നിങ്ങളത് നിങ്ങളുടെ ഉള്ളിൽ വെച്ച് വെറുപ്പായി വെച്ചിരുന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അല്ലേ? നിങ്ങൾക്കിപ്പോൾ എന്നോടൊരു ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ആ ദേഷ്യം ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണ്. അവർക്കാണ് നെഗറ്റീവായിട്ട് ഓരോന്ന് ലൈഫിൽ സംഭവിക്കുന്നത്.
അവരെയാണത്, അവരുടെ ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യും, മൈൻഡ് സ്റ്റാറ്റസിനെ അഫക്റ്റ് ചെയ്യും, അവരുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യും. സോ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വെറുപ്പ് ശേഖരിച്ചു വെച്ചാൽ, മറ്റുള്ളവരോടുള്ള വെറുപ്പും ദേഷ്യവും വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫാണ് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യം ഹൊപ്പോനൊപ്പോനോ വഴി നിങ്ങളെയാണ് ഹീൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അത് മിക്കവാറും എല്ലാവർക്കും തെറ്റുന്ന ഒരു കാര്യമാണ്. അവർ ചിന്തിക്കുന്നത് ഹൊപ്പോനൊപ്പോനോ വഴി ഞാൻ ആ ഒരു പേഴ്സണെയാണ് ഹീൽ ചെയ്തത്. ഒരിക്കലുമല്ല. ഹൊപ്പോനൊപ്പോനോ വഴി നിങ്ങളെയാണ് ആദ്യം ഹീലാകുന്നത്. അതിനുശേഷമാണ് ഹീലിംഗ് നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക് പരക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ ഈ പ്രയർ ചെയ്യുക. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു. അതായത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ റിപ്പീറ്റഡ് പാറ്റേൺസ്, നിങ്ങൾ അറിയാതെ പോയ തെറ്റുകൾക്കെല്ലാം തന്നെ എന്നോട് എന്നോട് ക്ഷമിക്കണമേ യൂണിവേഴ്സ്. അതേപോലെ എന്നോട് ക്ഷമിച്ചതിന് വളരെയധികം നന്ദിയുള്ളതാകുന്നു. അതേപോലെ ഐ ലവ് യു. ഞാൻ ഈ യൂണിവേഴ്സൽ എനർജിയെ വിശ്വസിക്കുന്നു, യൂണിവേഴ്സൽ എനർജിയെ സ്നേഹിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബാഡ് കർമ്മകൾ വളരെയധികം ക്ലെൻസ് ആവുകയും അതേസമയം തന്നെ ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആ വ്യക്തിയെ ആലോചിച്ചുകൊണ്ട് ഹൊപ്പോനൊപ്പോനോ ചൊല്ലുക. അപ്പോൾ അവരുടെ ഒരു നെഗറ്റീവ് പാറ്റേൺസും ഹീൽ ആവുന്നതാണ്. Hope you understand this video. Thank you. Bye.